കൊലപാതകങ്ങളുടെ വാർത്തകളില്ലാത്ത ഒരു ദിവസം പോലുമില്ല. ജനുവരി മാസം കടന്നുപോയി. ആ മാസത്തിലെ കണക്ക് തന്നെ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ നിരവധിയായി പ്രിയപ്പെട്ടവരെ കൊല ചെയ്യാനിടയായി തീർന്നു. പ്രായഭേദമന്യേ സാഹചര്യങ്ങൾ ഒന്നും നോക്കാതെ അനേക പ്രിയപ്പെട്ടവര് ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോകാനിടയായി തീർന്നു. അപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇതിനുള്ള കാരണം എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നല്ല കുടുംബത്തിൽ ജനിച്ചു വളർത്താത്തപ്പെടാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നല്ല അധ്യാപകന്മാര് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് അവന്റെ അകത്ത് കുടികൊള്ളുന്നതായിരിക്കുന്ന പാപമാണ് അവനെ കൊണ്ട് ഇങ്ങനെയുള്ള തിന്മ പ്രവർത്തികളൊക്കെ ചെയ്യിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നത്. ജനിച്ചു വളർത്തിയ മാതാപിതാക്കളെ കൊന്നുതള്ളാൻ മടിയില്ലാത്ത ഒരു കാലഘട്ടം, കൊച്ചുകുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊല്ലാൻ മടിയില്ലാത്തൊരു കാലഘട്ടം, ഇതൊക്കെ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഇവന്റെ അകത്ത് കുടികൊള്ളുന്ന പാപമാണ് അവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ എങ്ങനെയാണ് ഈ പാപത്തിനൊരു പരിഹാരം വരുന്നത്? ആർക്കാണ്? മനുഷ്യൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മദ്യത്തിനകത്തു നിന്നും മയക്കുമരുന്നിനകത്തു നിന്നും ഇതുപോലുള്ള തിന്മ പ്രവൃത്തികളിൽ നിന്ന് മനുഷ്യനെ എങ്ങനെയാണ് രക്ഷിക്കാൻ കഴിയുന്നത്? ഈ കേരളത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അനേക രക്ഷകന്മാര് അവതരിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അവരുടേതായിരിക്കുന്ന പ്രയത്നങ്ങളും അവരുടേതായിരിക്കുന്ന സംഭാവനകളും നമുക്ക് കേരളത്തിനും പൊതുജനങ്ങൾക്കും അത് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരൊക്കെ ഒരു കാലഘട്ടത്തിൽ വന്നു. എന്നാൽ മനുഷ്യൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ഈ തിന്മ പ്രവൃത്തികളിൽ നിന്ന്, പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുന്നതിനു വേണ്ടി ഒരേ ഒരു നാമമുള്ളൂ, ഒരേ ഒരു സന്ദേശമുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ കാലങ്ങളെയോ സാഹചര്യങ്ങളെയോ ഒന്നും വകവെക്കാതെ ഈ ദേശത്ത് കടന്നു വന്നുകൊണ്ട് പറയുന്നത്, മനുഷ്യന്റെ ജീവിതത്തിനകത്ത് മനുഷ്യനെ മാറ്റുവാൻ, മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് രൂപാന്തരം തരുവാൻ കഴിയുന്ന ഒരൊറ്റ സന്ദേശമുള്ളത് സുവിശേഷ സന്ദേശമാണ്. എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ പാപത്തിൽ നിന്ന് പാപത്തിനകത്തേക്ക് കടന്നുപോയി അക്രമത്തിനും അനീതിക്കും ഒക്കെ നേതൃത്വം കൊടുത്ത് മുന്നേറുന്ന മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു: കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, തന്റെ ജനത്തിന്റെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. അപ്പൊ ഒരു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഒരേ ഒരു രക്ഷകനുള്ളത് കർത്താവായിരിക്കുന്ന യേശു കർത്താവാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ഇന്ന് കുടികൊള്ളുന്ന പാപം, ആ പാപത്തിന് പരിഹാരമെന്ന് പറയുന്നത് സർവശക്തനായിരിക്കുന്ന യേശു കർത്താവാണ്. യേശു ഈ ലോകത്തിലേക്ക് വന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ, ഞങ്ങളുടെ സന്ദേശമൊക്കെ കേൾക്കുന്നവരുണ്ട്, ഞങ്ങളെ പരിഹസിക്കുന്നവരുണ്ട്. ഈ ദേശത്ത് നിങ്ങളുടെ സന്ദേശം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ മറ്റൊരു ഭാഗത്തേക്ക് പറഞ്ഞയക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ എന്തിനാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നതെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കവലപ്രസംഗങ്ങൾ ഞങ്ങൾ എതിരു നിന്നിട്ടുണ്ട്. കാരണം എന്താണ് ഈ സന്ദേശത്തിന്റെ കാതലായ വിഷയമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. പക്ഷേ ഞങ്ങളെ ഇന്ന് മാന്യരാക്കി മാറ്റിയതും ഞങ്ങളുടെ കുടുംബത്തിന്റെ കണ്ണുനീര് തുടച്ചതും ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഹൃദയത്തിലും ചുണ്ടിലുമൊക്കെ പുഞ്ചിരി നൽകിക്കൊടുത്തത് കർത്താവായിരിക്കുന്ന യേശു കർത്താവിന്റെ മാറ്റമില്ലാത്ത സുവിശേഷ സന്ദേശമാണ്. അങ്ങനെയെങ്കിൽ തലമുറകളെ ഓർത്തുകൊണ്ട്, കുടുംബത്തെ ഓർത്തുകൊണ്ട്, കുടുംബ ജീവിതത്തെ ഓർത്തുകൊണ്ടൊക്കെ ആരെങ്കിലും ഒക്കെ ഭാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥമുള്ളതാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സന്ദേശമാണ്. അങ്ങനെയെങ്കിൽ യേശു എന്തിനാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്? തിരുവചനം ഇങ്ങനെ പറയുന്നു: അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ താൻ ജഡരൂപമെടുത്ത് ഈ താണലോകത്തിലേക്ക് വന്നത് യേശു ഒരു സാമ്രാജ്യം ഉണ്ടാക്കുന്നതിനോ, യേശു ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനോ,
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ നേതാവായിരിക്കുന്നതിന് വേണ്ടിയല്ല യേശു ഈ ലോകത്തിലേക്ക് വന്നത്. പിന്നെ എന്തിനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്? ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ എന്റെ പ്രഭാഷണത്തിൽ ഉടനീളമായി നിറഞ്ഞു നിന്നൊരു കാര്യമുണ്ട്, പാപം പാപമെന്ന്. അപ്പൊ മനുഷ്യൻ പാപത്തിനകത്തു നിന്ന് കരകയറുവാൻ കഴിയാതെ സ്വന്തം പ്രയത്നങ്ങളിലും സ്വന്തം കാര്യങ്ങളിലുമൊക്കെ അവൻ പരാജയപ്പെട്ടു നിന്ന സമയത്ത് മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതായിരിക്കുന്ന, അല്ലെങ്കിൽ ഒന്നുകൂടെ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സൃഷ്ടിയുടെ മണിമകുടമായിരിക്കുന്ന മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ ദാസരൂപമെടുത്ത് ഈ ലോകത്തിലേക്ക് വന്നു. അങ്ങനെയെങ്കിൽ ഈ സന്ദേശത്തിന് മനുഷ്യനായിരിക്കുന്ന ആർക്കും തന്നെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല, പുറംതിരിഞ്ഞു നിൽക്കുവാനോ ഇതിനെ വേണ്ട എന്ന് വെക്കുവാനോ കഴിയില്ല. കാരണം പാപത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത് യേശു കർത്താവിലൂടെയാണ്. എങ്ങനെയാണ് നമുക്ക് പാപത്തിന് പരിഹാരം വരാനിടയായിത്തീരുന്നത്? യേശു ഈ ലോകത്തിലേക്ക് വന്നത് ഒരു കന്യകയുടെ ഉദരം കടമെടുത്തുകൊണ്ട് ഈ ലോകത്തിലേക്ക് കടന്നു വരാനിടയായി തീർന്നു. 33 തിരുവയസ്സ് വരെയും ഈ ലോകത്തിൽ ജീവിച്ചു. യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്, കരഞ്ഞുകൊണ്ടുവന്ന മാതാപിതാക്കളുണ്ട്, രോഗത്താൽ കടന്നു വന്നവരുണ്ട്, ഭൂതം ബാധിച്ചവരായിട്ട് കടന്നു വന്നവരുണ്ട്. വന്നവരെല്ലാം അവരുടെ നിരാശ കളഞ്ഞിട്ട് അവരെന്ത് വിഷയത്തോടാണോ ഭാരപ്പെട്ടത് ആ വിഷയത്തിനകത്ത് അവർക്ക് പരിഹാരം ലഭിക്കുവാനിടയായി തീർന്നു. എന്റെ ശബ്ദപരിധിയിൽ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിനകത്ത് സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് ആശ്വാസവും വിടുതലും തരുവാനിടയായി തീരട്ടെ. യേശു കടന്നു വന്ന് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി യേശു തമ്പുരാൻ കടന്നു വന്ന് 33 തിരുവയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിക്കുവാനിടയായി തീർന്നു. തന്റെ അടുക്കൽ കടന്നു വന്നവരെല്ലാം അവരെ സൗഖ്യമാക്കിയും സമാധാനത്തോടും ഹൃദയത്തിന്റെ വേദനകൾക്ക് ആശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വരാനിടയായി തീർന്നു. വിശുദ്ധ വേദപുസ്തകം എങ്ങനെയാണ് പറയുന്നത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കലേക്ക് വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുകയാണ്. ഇന്ന് നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ചു നോക്കിക്കേ. ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒറ്റ വാക്കിൽ പറയാനിടയായി തീരും. അത് നല്ല ബേക്കറിയിലല്ല, അത് നല്ല ഭക്ഷണം ലഭിക്കുന്നൊരു ഭക്ഷണശാലയിലല്ല ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ഒന്നെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് റേഷൻ കടയിലല്ല. പിന്നെ എവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലമെന്ന് പറയുന്നത്? അത് മദ്യശാലയാണ്. വിദേശ മദ്യമെന്ന് നമ്മൾ ഓമനപ്പേരിട്ടുകൊണ്ട് വിളിക്കപ്പെടുന്നതായിരിക്കുന്ന ബിവറേജിന്റെ മുമ്പിലാണ് ഏറ്റവും അധികം ക്യൂ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നിങ്ങളൊന്ന് നോക്കിക്കേ, 500, 700, 1000 രൂപയ്ക്ക് ഒരു ദിവസം പണിയെടുത്ത് അവന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് ഒരു സമാധാനത്തിനു വേണ്ടിയോ അല്പക്ഷീണം മാറ്റുന്നതിനു വേണ്ടിയോ അല്പമായിരിക്കുന്ന സന്തോഷം കണ്ടെത്തുന്നതിനു വേണ്ടിയാണ്. എന്നാൽ യേശു പറയുകയാണ്, നിങ്ങൾ അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ എന്റെ അടുക്കലേക്ക് കടന്നു വരുവേൻ. പ്രിയപ്പെട്ടവരെ, മദ്യം തരാത്ത ഒരാശ്വാസം, മദ്യം പകർന്നു തരാത്ത ഒരു സന്തോഷം, സമാധാനം അത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ അത് കണ്ടെത്തുവാനിടയായിത്തീരും. ഇതേതെങ്കിലും പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചു പഠിച്ച് മനസ്സിലാക്കി നിങ്ങളോട് അറിയിക്കുന്നതല്ല. ഇതൊക്കെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ സന്ദേശമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സന്തോഷപൂർവ്വം നിങ്ങളോട് അറിയിക്കുന്നത്. നോക്കിക്കേ, മദ്യപാനവും മയക്കുമരുന്നുമൊക്കെ മനുഷ്യനെ കണ്ടമാനം പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ പിന്നിലും അക്രമങ്ങളും അനീതികളുമൊക്കെ അനുദിനമായിട്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യേശു കർത്താവ് കടന്നു വന്നത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനാണെന്ന് ഞാൻ കൂടെ ഓർമ്മപ്പെടുത്തുന്നതിന്റെ കാര്യം, ആ മദ്യത്തിനും മയക്കുമരുന്നിനും തിന്മ പ്രവർത്തികളിൽ നിന്നൊക്കെ മനുഷ്യൻ പിന്മാറണമെങ്കിൽ അവന്റെ അകത്തളങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്ന പാപത്തിന് പരിഹാരം വന്നേ മതിയാവും. എങ്ങനെയാണ് പാപപരിഹാരം വെളിപ്പെടുന്നത്? ഞാൻ ഓർമ്മപ്പെടുത്തി, യേശു കർത്താവ് ലോകത്തിൽ 33 തിരുവയസ്സ് വരെ ജീവിച്ച് സമയമായപ്പോൾ താൻ ക്രൂശിക്കപ്പെടുവാനിടയായി തീർന്നു. തന്റെ ജീവിതത്തിനകത്ത് യേശു കർത്താവിന്റെ അവസാനത്തുള്ള രക്തം വരെയും ഒറ്റിത്തരാനിടയായി തീർന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി. നിന്റെ പാപം എത്ര കടുഞ്ഞുവപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുമ്പോൾ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി താൻ യാഗമായി തീരാനിടയായി തീർന്നു. പ്രിയരെ, മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കർത്താവ് ഇന്നും ആ
നിത്യമായ സ്വർഗത്തിൽ വസിക്കുകയാണ്. ഇനി യേശു കർത്താവ് താമസം തന്നെ വരാൻ പോകുന്നു. അതിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ ഇവിടങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യം രാജ്യത്തോട് എതിർക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. കർത്താവ് വരുമ്പോൾ സ്നേഹമില്ലാതായി പോകുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അതിന്റെയൊക്കെ ഒരു അന്ത്യ കാലഘട്ടത്തിനകത്ത് നമ്മൾ ഒരുമിച്ചെത്തി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. എല്ലാ മതങ്ങളും അത് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിന്റെയും എവിടെയാണ് മനുഷ്യൻ ചെലവഴിക്കുന്നതെന്നും വ്യക്തമായി വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കർത്താവിനി വരുന്നത് പാപികളെ രക്ഷിക്കുന്നതിന് വേണ്ടി അല്ല, തനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുന്നതിന് വേണ്ടിയാണ് ആ കർത്താവ് വരുന്നത്. അങ്ങനെയെങ്കിൽ ആ നിത്യമായിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന് ആ നിത്യമായിരിക്കുന്ന സന്തോഷത്തിലേക്കും ആ നിത്യരാജ്യത്തിലേക്കും നിങ്ങളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയാണ്. എങ്ങനെയാണ് അതിന് കഴിയുന്നത്? കർത്താവായിരിക്കുന്ന യേശു കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറഞ്ഞ് ജലത്തിൽ മുങ്ങി സ്നാനം ഏറ്റ് സഭയോട് ചേർന്ന് ദൈവജനം അനുസരിക്കുന്ന രീതിയിൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന തന്റെ ഭക്തനെ ചേർക്കാൻ വരികയാണ്. ആ നിത്യ സന്തോഷത്തിലേക്ക്, നിത്യമായിരിക്കുന്ന ആ നരകത്തിനകത്തുനിന്ന് നിത്യരക്ഷയിലേക്ക് നിങ്ങളെ ഈ ചുരുങ്ങിയ സമയം കേട്ട നിങ്ങളെ എല്ലാവരെയും നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. സർവശക്തനായിരിക്കുന്ന കർത്താവ് നമ്മെ ഒരുമിച്ച് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ട സമയം അനുവദിച്ച